വാർത്തകൾ തുടരുന്നു. നടന്നാൽ കാൽനട യാത്രക്കാർ പോലും വീണുപോകുന്ന ഒരു റോഡ് ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല. പാന്തോട് മാങ്ങാട്ടുകര റോഡിന്റെ അവസ്ഥ അക്ഷരാർത്ഥത്തിൽ ഇതാണ്. അടിച്ച കല്ലുകളെല്ലാം ഇളകിയെന്നു മാത്രമല്ല, കല്ലുകൾ ഉരുളൻ കല്ലുകളായി രൂപാന്തരപ്പെട്ടതോടെ കാൽനട യാത്രക്കാരും സൈക്കിൾ മറ്റ് ഇരുചക്ര വാഹന യാത്രക്കാരുമെല്ലാം വീണ് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. കരാർക്കാരന് പറ്റിയ വീഴ്ചയാണ് അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ജില്ലാ പഞ്ചായത്ത് 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. സാധന സാമഗ്രികളെല്ലാം കഴിഞ്ഞ മാർച്ചിൽ ഇറക്കിയിട്ട് കരാറുകാരൻ ടൂറിന് പോയത്രേ. തിരികെ വന്നിട്ടും പണി ആരംഭിച്ചിട്ടില്ല. പിന്നീട് മഴക്കാലം തിമിർത്തതോടെ ഈ റോഡിൽ ആഴ്ചകളോളം വെള്ളം കയറുകയും വെള്ളം ഇറങ്ങിയപ്പോൾ മണ്ണെല്ലാം ഒലിച്ചുപോയി കല്ല് മാത്രം ബാക്കിയാവുകയും ചെയ്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോ നടന്നു പോവാൻ ഈ മെറ്റല് ഉരുണ്ട കാരണം പലരും വീഴാണ്. റോട്ടില് തലകുത്തി വീണ് ഒന്ന് രണ്ടാൾ വീണിട്ടുണ്ട്. എന്നുവെച്ചാൽ രാത്രി നടന്നു പോകുമ്പോൾ ഈ നടന്നു പോകാൻ കൂടി പറ്റാത്തൊരു സന്ദർഭമാണ് ഈ റോഡിൽ നിന്ന് നിലനിൽക്കുന്നത്. കോൾ റോഡാണ് ഇതിന്റെ നീട്ടം. അപ്പൊ അതില് നമ്മുടെ ഇവിടെ ഈ പാന്തോട് മാങ്ങാട്ടുകര പാന്തോട് വരെ സൈഡൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കിഴക്കോട്ടുള്ള റോഡിന്റെ സൈഡുകൾ ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ടാറെല്ലാം വന്നിരിക്കുന്നുണ്ട്, മെറ്റലെല്ലാം വന്നിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കുഴപ്പം ഇതാണ്, അത് ഉണങ്ങാതെ നമുക്കത് ടാർ ചെയ്താൽ പിടിക്കില്ല. ഇത് ഞങ്ങൾക്ക് ഇതിന്റെ വിഷമമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം നന്നാവണ്ടേ, അതിന് വേണ്ടിയിട്ട് നീട്ടിട്ടിരിക്കുകയാണ്. എത്ര നാളായി ഇങ്ങനെയായിട്ട്? ഇതിപ്പോ നമ്മളെ ആ വെള്ളക്കയറ്റം വന്നപ്പോഴാണ് ഇവിടുത്തെ മോശമായത്. വെള്ളപ്പൊക്കം വന്നു ഇവിടെ. ഇവിടെ മാത്രമേ ഇതിന് കുഴപ്പമുള്ളൂ, വേറൊരുത്തിനും മാത്രം വലിയ കുഴപ്പമില്ല. ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളെ സഹിക്കുകയാണ്. കാരണം എന്ന് വെച്ചാല് ഇത് നമ്മൾ ഈ നനവിൽ ചെയ്താല് ടാർ പിടിക്കില്ല, അതുകൊണ്ട് നീട്ടി വെച്ചിരിക്കുന്നുണ്ട്. അധികാരികൾ പരസ്പരം പഴി പറഞ്ഞ് യാഥാർത്ഥ്യം മൂടിവെക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന് ഇത്രയും മോശമാകാൻ കാരണക്കാരൻ കരാറുകാരനാണെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. വേറെ നിവർത്തില്ല, വേറെ ആൾക്കാർക്ക് പോണ്ടേ. ഈ വണ്ടി ഇതിന്റെ മേലെ കേറി ഇറങ്ങുമ്പോ ടയറ് വരെ ആകെ നാശാവുക. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എത്ര നാളായി ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നത്. ഇതിലും മുന്നേ ഇതിലും വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഈ കല്ലൊക്കെ വെറുതെ കൊണ്ടിട്ടിട്ട് ഇപ്പൊ ആകെ അവിടേക്ക് ഇവിടേക്കൊക്കെ കല്ല് തെറിച്ചു പോയി. ഇപ്പൊ തീരെ ഒരു നിവൃത്തിയില്ലാത്ത ലെവലിലാണ് ഇപ്പൊ ഈ വണ്ടി ഓടിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഇപ്പൊ ആരും ഇതിനെ പറ്റി ശ്രദ്ധിക്കണില്ല. ഇതിന്റെ അധികൃതർ ഒന്നും നോക്കണമില്ല ഇവിടേക്ക്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോ അവിടേക്ക് വണ്ടി പോകാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ദൂരമൊക്കെ എങ്ങനെയാ ഇവിടെ വന്നിട്ട് നടന്ന് തന്നെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകള് ഈ കല്ലുമ്മൽക്കുട്ടിയെ. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് ആരെങ്കിലും അത് ഇതിനെ പറ്റി ഒന്നും മുൻകൈ എടുത്തെന്തെങ്കിലും. റോഡിന്റെ തൃപ്യാർ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റിനോട് ചേർന്നുള്ള ഡിവൈഡർ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് NH അധികാരികളുടെ അംഗീകാരമില്ലാതെയാണെന്നും ഇത് നീക്കം ചെയ്യാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നാട്ടിക പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഈ വസ്തുത മറച്ചുപിടിച്ച് BOT മാതൃകയിൽ ആണ് ഇവ നിർമ്മിച്ചതെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്വകാര്യ വ്യക്തികളുടെ പണം സ്വീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ നടപ്പാക്കേണ്ട പദ്ധതികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം ഇഷ്ടത്തോടെ നടത്തിയെന്നും ഇവർ ആരോപിച്ചു. സിഗ്നൽ ലൈറ്റും അതിന്റെ അനുബന്ധ നിർമ്മാണങ്ങൾക്കും വേണ്ടി യാതൊരുവിധ അനുവാദവും PWDയിൽ നിന്നോ നാഷണൽ ഹൈവേയിൽ നിന്നോ പോലീസിൽ നിന്നോ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തതാണ്. അത് അങ്ങനെ അനുവാദമുണ്ട് എന്നുള്ള രീതിയിൽ അത് പഞ്ചായത്ത് കമ്മിറ്റിയിലും അതുണ്ട് എന്നുള്ള രീതിയിലാണ് ചർച്ച വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് ഹൈക്കോടതി വിധി തന്നെയുണ്ട് ഈ ഇത്തരം നാഷണൽ ഹൈവേയിൽ ഇത്തരം പരസ്യ ബോർഡുകൾ വയ്ക്കാൻ പാടില്ല. അത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊടുങ്ങല്ലൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കൃത്യമായി അതിന്റെ കത്തുകൾ ഈ ഗ്രാമപഞ്ചായത്തിന് അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നുള്ള കത്തുകൾ 2 കത്തുകൾ നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 കത്തുകളും ഒന്ന് 30/10/2013 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അയച്ചുള്ളതാണ്, സെക്രട്ടറിക്ക് അയച്ചുള്ളതാണ്. മറ്റൊന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുങ്ങല്ലൂർ NH 12/11/2013 വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട 2 കത്തുകൾ നാഷണൽ ഹൈവേയുടെ അതോറിറ്റികളായ
അവരുടെ ഓഫീസുകളിലായ ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും കൊടുങ്ങല്ലൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും വളരെ പ്രധാനപ്പെട്ട 2 കത്തുകൾ നാട്യ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് 30/10/2013 ഒന്ന് 12/11/2013. ഇതിന് ശേഷം നടന്നിട്ടുള്ള ഒരു കമ്മിറ്റികളിലും ഈ 2 കത്തുകൾ വയ്ക്കുകയും ഇതിന്റെ ഗൗരവം ചർച്ച ചെയ്യുകയോ ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. മാത്രമല്ല അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പഞ്ചായത്ത് അതോറിറ്റി ഈസ് വയലേറ്റിംഗ് ദി റൂൾസ് ഓഫ് NH ഇൻ ദിസ് മാറ്റർ. ഹെൻസ് യു ആർ റിക്വസ്റ്റഡ് ടു ടേക്ക് നെസസറി ആക്ഷൻ ഫോർ റിമൂവിംഗ് ദി അഡ്വർടൈസ്മെന്റ് ബോർഡ് അർജന്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ തന്നിട്ടുള്ളത്. അങ്ങനെ വളരെ അർജന്റായിട്ട് തന്നിട്ടുള്ള വളരെ ഗൗരവമായ കത്തിനെ നിസ്സാരവൽക്കരിച്ച് നമ്മളിത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചോദിക്കുമ്പോൾ പറയണത് ഇത് നമ്മൾ അനുവാദത്തിന് വേണ്ടി നമ്മൾ 2ാമതും കത്തയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് പഞ്ചായത്തിൽ കമ്മിറ്റിയിൽ പറയുന്നത് ഇത് BOT മാതൃകയിലുള്ളതാണ്. അപ്പോൾ 30 കൊല്ലം വരെ നമുക്ക് ഈ പരസ്യത്തിന്റെ കമ്പനിക്ക് അതിന്റെ വരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ BOT മാതൃകയിൽ ഒരു സംവിധാനം സംസ്ഥാന സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്കോ ചെയ്യാനായിട്ടുള്ള യാതൊരു അധികാരമില്ല. നിലനിൽക്കുന്ന പഞ്ചായത്ത് രാജ് നിയമ സംവിധാനത്തിനുള്ളിൽ BOT എന്നുള്ളൊരു സംവിധാനമേ ഇല്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുമില്ലാതെ ഒരു ധാരണയുമില്ലാതെ ഒരു നിയമവും അറിയാതെ തോന്നിയ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി നടത്തുന്നതിന് ശക്തമായി CPMന്റെ മെമ്പർമാർ ഇന്ന് പ്രതിഷേധം നമ്മൾ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് സ്വകാര്യ വ്യക്തികൾ സംഭാവന ചെയ്തിട്ടുണ്ടാവും. ആ സംഭാവന ചെയ്യുന്നത് നാട്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ് ചെക്ക് മൂലവും അല്ലെങ്കിൽ നാട്യ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൈസ തന്നത്. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കിട്ടുന്ന പണം അതിന് കൃത്യമായി പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അംഗീകരിച്ചിട്ട് വേണം അത്. ഈ നാട്യ ഗ്രാമപഞ്ചായത്തിന് MA യൂസഫ് അലി തന്നിട്ടുള്ള 25 ലക്ഷം രൂപയ്ക്കോ ഡിസംബർ 23-ന് DYFI നടത്തുന്ന കളക്ടറേറ്റ് ഉപരോധത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃപ്പയാറിൽ സ്വീകരണം നൽകി. MA തോമസ്, KB പ്രജിത്ത്, TV ശ്രീജിത്ത് എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, തളിക്കുളം, നാട്ടിക, എടമുട്ടം, വലപ്പാട്, ചന്ദ്രാപ്പിനി തുടങ്ങിയ സ്ഥലങ്ങളിലും സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ KV സജു, വൈസ് ക്യാപ്റ്റൻ TV അനൂപ്, മാനേജർ TV രാജേഷ്, സുധാ ദിലീപ്, വൈശാഖൻ, PA സഗീർ തുടങ്ങിയവരും സംസാരിച്ചു. 13 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും DYFI ഭരണസിരാ കേന്ദ്രം വളഞ്ഞുവെക്കുകയാണ്. ആ സമരത്തിന്റെ പ്രചരണാർത്ഥം, ആ സമരത്തിന്റെ മുദ്രാവാക്യം ഗ്രാമാന്തരങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് തോന്നുന്നത്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കളും കാൽനടയായിക്കൊണ്ടാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന സമരസഖാക്കൾ തലേ ദിവസം 22-ാം തീയതി തങ്ങളുടെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന്, തങ്ങളുടെ മേഖലാ കേന്ദ്രങ്ങളിൽ നിന്ന് കാൽനട ജാഥയായിക്കൊണ്ട് തൃശ്ശൂരിലേക്ക് വരികയും അവിടെ തൃശ്ശൂരിൽ നിശ്ചയിക്കപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ തലേ ദിവസം തങ്ങുകയും അതിനുശേഷം പിറ്റേ ദിവസം 23-ാം തീയതി അതിരാവിലെ 6 മണിക്ക് തന്നെ സമരം ആരംഭിച്ചു. വൈകിട്ട് 5 മണി വരെയാണ് സമരം. ഇത്തരത്തിലുള്ള സമരം ഞങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ളത് 1995-ലാണ്. ആ 95-ൽ നടത്തിയ സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വിദ്യാഭ്യാസ കച്ചവടം. പന്നി നെയ്യും മഞ്ഞളും ഉപ്പും ചേർന്ന മിശ്രിതം കുളമ്പ് രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഔഷധമെന്ന് പഴുവിൽ വെസ്റ്റ് സ്വദേശി ഞാറ്റുവെട്ടി ദേവദാസ് പറയുന്നു. നമ്മളിപ്പോൾ 2 വർഷമായിട്ട് ചെയ്തു വരുന്നതേ, ഇത് ഫസ്റ്റില് ഒരു പനീന് കാണും അവർക്ക്. ആ പനി കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുടക്കം ഒരു വായന്ന് വെള്ളം വരിക, പിന്നെ കാലുമെന്ന് ഫംഗസ് പോലെ അങ്ങനെ ഇത് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല മാതിരി പൊട്ടാസ്യം പെർമനേറ്റിൻ്റെ വെള്ളം എടുത്ത് കഴുകി വെടുപ്പാക്കിയതിന് ശേഷം ഈ പന്നി നെയ്യ് ഉണ്ടല്ലോ, പന്നി നെയ്യ് ബെസ്റ്റ് സാധനമാണ്. അത് തേച്ച് കഴുകി വെടുപ്പാക്കിയതിന് ശേഷം നമ്മൾ ഈ പന്നി നെയ്യ് നാവുമ്മലും കാൽമലും തേച്ച് കൊടുക്കുക. എവിടെ നമുക്ക് ചമച്ചം തോന്നുന്നു അവിടെയൊക്കെ തേച്ച് കൊടുക്കും. നമ്മൾ 3 മെയിനായിട്ട് വരിക. ഔട്ടിൽ വരും, വായയിൽ വരും, കാലുമ്പ് വരും. പരറ്റി കൊടുത്താൽ എന്തായാലും പിറ്റേ ദിവസം അവർ എനിക്ക് തുടങ്ങും, റിസൾട്ട് കാണിച്ചു തുടങ്ങും. പന്നിന് വെച്ചതാണ് നമ്മൾ അത് ശരിക്കും ഉപയോഗിക്കണം. നമ്മൾ തേച്ച് വെടുപ്പാക്കി വളരെ കറക്റ്റ് ചെയ്തിട്ട് തുടക്കത്തിൽ. അതിന് ശേഷം നമ്മൾ ഡോക്ടറെ കണ്ടാൽ മതി. ഡോക്ടറെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ടെങ്കിൽ പിന്നീട് അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ വന്നാലും ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ തരും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇത് ക്ലിയർ ആയി ചെയ്തുകൊണ്ട് പോയാൽ മതി എന്ന് പറയും. ഇത് ഡോക്ടറും നമ്മൾ പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവന്ന് തിളപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ സ്വല്പം മഞ്ഞപ്പൊടി ചേർക്കും, നമ്മൾ സ്വല്പം ഉപ്പും ചേർക്കും. അപ്പോൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ആ നെയ്യ് പൊന്തി വരുന്നത് നമ്മൾ ഊറ്റിയെടുക്കുക ചെയ്യുക. നെയ്യ് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അത് എത്ര നാൾ വേണേലും ഇരുന്നോളും, കേടാവൂല. ഫംഗസിനെ ഇതാക്കാൻ വേണ്ടിട്ട് പന്നിയില് എന്ത് ഇതുള്ളതെന്ന് ചോദിക്കുന്നത്, അങ്ങനെ ഈ രോഗാണുക്കളെ ഇതാക്കുന്ന അത് ഒരു ഇതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വായയില് പാട കെട്ടണ്, ഈ പാടേനെ അവൻ നിശേഷം ഇല്ലാണ്ടാക്കണ്. അത് വെള്ളമായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണേ, ആ പാടയെ ശരിക്ക് നിശേഷം ഇല്ലാണ്ടാക്കും അവര്. അത് അവരൊരു നമ്മുടെ ഇതില് ഞാൻ ഇപ്പൊ 3 കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 3 കൊല്ലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഡോക്ടർമാരായിട്ട് സംസാരിച്ച് ഇത് നമ്മളിങ്ങനെ കേട്ടപ്പോ അറിഞ്ഞപ്പോ തന്നെ ഡോക്ടർമാരായിട്ട് സംസാരിച്ച് അവരായിട്ട് ഇത് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു പോരുന്നതൊക്കെ. നമ്മൾ ഡോക്ടറായിട്ട് ഇടപഴകിയിട്ടേ ചെയ്യുള്ളൂ എന്ത് കാര്യം. ഒരു മികച്ച ക്ഷീര കർഷകനും പെട്ടിയോട്ടോ തൊഴിലാളിയുമായ ദേവദാസ് തന്റെ പശുക്കളിൽ വരുന്ന കുളമ്പ് രോഗത്തിന് ഫലപ്രദമായി ഈ ഔഷധം ഉപയോഗിച്ചു വരുന്നു. രോഗലക്ഷണമായ പനി വരുന്നതോടെ കാലിലും വായുടെ മുൻവശത്തുമായി പന്നി നെയ്യ് പുരട്ടിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കാലികളുടെ ആരോഗ്യം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും പറയുന്നു. കുളമ്പ് രോഗം വരുന്നതോടെ വായുടെ മുൻവശത്തു നിന്നും കൊഴുപ്പേകിയ ദ്രാവകം വരുന്ന ഉമിനീർ ഇറക്കുവാനും വായ തുറക്കുവാനും കാലികൾക്ക് കഴിയാതെ വരും. ഈ അവസ്ഥയിൽ പന്നിയുടെ നെയ്യ് ചേർന്ന മിശ്രിതം പുരട്ടിയാൽ രോഗം പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ദേവദാസിന്റെ അഭിപ്രായം. ദിവസം 2 നേരം ഈ ഔഷധം ഉപയോഗിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ കാലികൾക്ക് പൂർണ്ണ ആരോഗ്യത്തിൽ എത്താൻ കഴിയുമെന്ന് ഡോക്ടർമാരും പറയുന്നു. 7ാമത് തുടർ വിദ്യാഭ്യാസ കലോത്സവം 2013 ഡിസംബർ 21, 22 തീയതികളിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ തൃപ്തിയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസം ആണ് നമ്മൾ ഈ കലോത്സവം സംഘടിപ്പിച്ചത്. 21-ാം തീയതി രാവിലെ 10 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ പതാക ഉയർത്തുന്നതോടുകൂടി കലോത്സവ പരിപാടികളാണ്. അന്ന് സ്റ്റേജ് ഇതര മത്സരങ്ങൾ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും. 22-ാം തീയതി രാവിലെ 9 മണിക്ക് തൊപ്പഴ സെഞ്ചുറി പാസ പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് 10 മണിക്ക് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. ബഹുമാനായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CC ശ്രീകുമാർ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനം നമ്മുടെ നാട്ടിക MLA ശ്രീമതി ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനായ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി സാക്ഷരതാ മിഷന്റെ ഡയറക്ടർമാര്, യുവജന യൂത്ത് ഫെഡറേഷന്റെ ആളുകളൊക്കെ പങ്കെടുക്കും. 3 വേദി, മുഖ്യവേദി പ്രിയദർശിനി ഓഡിറ്റോറിയം, ഒരു വേദി നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാള്, ഒരു വേദി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാള്, പിന്നെ തൊട്ടപ്പുറത്തെ LP സ്കൂൾ ശ്രീനാരായണ SNDP സ്കൂൾ അല്ല. ഡിസംബർ 21 കാലത്ത് 10 മണിക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് K ദിലീപ് കുമാർ പതാക ഉയർത്തും. ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. 5 വേദികളിലായി വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറും. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ സൽജി പൽപ്പു, സജി തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി.